രാത്രിയാകുമ്പോൾ ബൈക്കിൽ തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും. റോഡരികിൽ കാണുന്ന ക്ഷേത്രങ്ങളിൽ കയറി ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്ത് അതിലുള്ള പണം മോഷ്ടിക്കും. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തി വിലസി നടന്ന കള്ളൻ ഒടുവിൽ മാവൂർ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. പൂവാട്ടുപറമ്പ് മുണ്ടയ്ക്കൽ സ്വദേശി റിയാസാണ് മാവൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാവൂർ, കുന്ദമംഗലം, പന്തീരാങ്കാവ്, ചേവായൂർ എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്ത് ഇയാൾ മോഷണം നടത്തി വരികയായിരുന്നു. ബൈക്കിൽ റെയിൻകോട്ടും ഹെൽമറ്റും ധരിച്ചാണ് മോഷണത്തിനെത്തുന്നത്. മോഷണം നടത്തേണ്ട ക്ഷേത്രങ്ങളുടെ അല്പം ദൂരെ ബൈക്ക് വെച്ചതിനു ശേഷമാണ് ക്ഷേത്രങ്ങളിലെത്തി മോഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം മാവൂർ ചെറുപ്പയിലെ അയ്യപ്പൻകാവിന്റെ മുറ്റത്തെ 2 ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്തു. എന്നാൽ അതിൽ നിന്നും പണം കവരാൻ സാധിച്ചില്ല. തുടർന്ന് റോഡരികിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണമെടുക്കുന്നതിനിടയിലാണ് വിനോദയാത്രാ സംഘം ഇക്കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവർ ബഹളം വെച്ച് ഓടിയെത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് വിനോദയാത്രാ സംഘം മാവൂർ പോലീസിൽ വിവരമറിയിക്കുകയും പരിസര പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒരു ബൈക്കും ബൈക്കിൽ സൂക്ഷിച്ച പണവും കണ്ടെത്തി. തുടർന്ന് CCTV ദൃശ്യങ്ങളും ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് അവസാനം അമ്പലക്കള്ളൻ പിടിയിലായത്. ഇവന്റെ മോഡസ് ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുക എന്നുള്ളതാണ്. അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ എന്ത് ചെയ്യുക, പൊട്ടിക്കുക. അതൊരു കണ്ടിന്യൂസ് ആയിട്ട്, അതായത് പല സ്ഥലം ഒരു ദിവസം തന്നെ 2-3 സ്ഥലങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുന്നമംഗലം, മാവൂര്, തുടർന്ന് അടുത്ത സ്റ്റേഷനുകളിലെല്ലാം ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെല്ലാം മോഷണം നടത്തിയിട്ടുണ്ട്. ഇതിന് സമാനമായ വിധത്തിൽ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രതി മാവൂർ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.